സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന് റിയാദിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. കോടതിയിൽ നിന്ന് മോചന ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കാമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ജലീൽ കണ്ണമംഗലം ടെലിഫോണിൽ ചേരുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, എപ്പോഴ് ഈ മോചനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? റിയാദിലെ ഈ സഹായ സമിതി കൂടുതൽ എന്ത് വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് കോടതിയിൽ നിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് റിയാദിലുള്ള നിയമ സഹായ സമിതിയാണ് അറിയിച്ചത്. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽ മോചിതനായിട്ടില്ല. ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ കോടതിയുടെ ഉത്തരവ് വന്നിട്ടില്ല. കോടതിയിലും ഗവർണറേറ്റിലുമെല്ലാം ഇത് സംബന്ധമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. താമസിയാതെ തന്നെ ഈ മോചന ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. റിയാദിലെ ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ നിയമ സഹായ സമിതിയും ഇത് സംബന്ധമായ നടപടിക്രമങ്ങളുടെ പിന്നിലുണ്ട്. കോടതിയിൽ നിന്ന് മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഒരു പ്രതീക്ഷ കരുതുന്നത്. ഉത്തരവ് വന്ന ഉടൻ തന്നെ ആ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും മറ്റും പോകും. സൗദി പാസ്പോർട്ട് വിഭാഗം ഫൈനൽ എക്സിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ശേഷം അബ്ദുറഹീമിനെ നാട്ടിലേക്ക് കയറ്റിവിടും. സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരുദ്ദേശിക്കുന്ന വിമാനത്തിലായിരിക്കും നാട്ടിലേക്ക് കയറ്റിവിടുക. ഇത് സാധാരണ രീതിയിൽ എപ്പോൾ എങ്ങനെ കയറ്റിവിടും എന്നതിനെ കുറിച്ച് നേരത്തെ പുറത്തുവിടാറില്ല. ഏതായാലും അബ്ദുറഹീമിന് നാട്ടിൽ പോകാനുള്ള ഔട്ട് പാസ് ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തതായി വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോചന ഉത്തരവ് ജയിലിൽ എത്തിയാൽ ഉടൻ തന്നെ അബ്ദുറഹീമിന് നാട്ടിലേക്ക് പോകാനാകും എന്നാണ് പ്രതീക്ഷ. ഓക്കെ, ജലീൽ കണ്ണമംഗലം, ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടണം. അതുകൊണ്ട് താങ്കൾ ഈ വാർത്തയെ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.